ഹായ് കൂട്ടുകാരെ, ഇന്ന് വൈകുന്നേരത്തെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഏട്ടൻ ചെറിയ കുഞ്ഞമത്തികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നന്നാക്കി വൃത്തിയാക്കി എടുത്തു വെച്ചു. പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും ഒക്കെ ചെറുതാക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് ഉലുവ ഇട്ട് പൊട്ടിച്ചിട്ടോ. മീൻ കറിയിൽ ഈ ഉലുവ പൊട്ടിച്ചാൽ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ഒക്കെയാണ്. അപ്പോൾ ഞാൻ അതടുപ്പത്തേക്ക് വെച്ചു. പിന്നെ പച്ചമുളകൊക്കെ ചുവന്ന കളറായി കിടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ പച്ച കളറുള്ള മുളകില്ല, പക്ഷേ ചുവന്ന മുളകാണെങ്കിലും പിന്നെ കാര്യത്തിന് ഇപ്പം അതേ ഉള്ളൂ, അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കാമെന്ന് കരുതിയേ. പിന്നെ പൂള കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. കപ്പ പിന്നെ ഇവിടെയൊക്കെ പൂളാന്ന് കേട്ടോ പറയുക. അപ്പോൾ അത് ഞാൻ ചെറുതായി കഷ്ണങ്ങളാക്കി മുറിച്ച് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായി വാടിയ ശേഷം മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുത്തു. പിന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് വീണ്ടും നന്നായി ഇളക്കിയ ശേഷം ഞാൻ തക്കാളി കൂടി ആഡ് ചെയ്തു കേട്ടോ. തക്കാളി ഒന്ന് നന്നായി വാടി വരണം കേട്ടോ, അതുവരെ ഇളക്കിക്കൊണ്ടേയിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കേട്ടോ. ഈ വാളംപുളിയാണ് ഇവിടെ ഉപയോഗിക്കാറ് കേട്ടോ, കുടംപുളി ഉപയോഗിക്കാറില്ല കേട്ടോ. അവിടെ അതിൻ്റെ സ്മെല്ലും ടേസ്റ്റൊന്നും ആർക്കും ഇഷ്ടമല്ലേ. അപ്പം ഇവിടെ ആദ്യം മുതലേ വാളംപുളി മാത്രമേ വാങ്ങാറുള്ളൂ കേട്ടോ. ഞങ്ങൾ സാമ്പാർക്കാണെങ്കിലും മീൻ കറിക്കാണെങ്കിലും ഒക്കെ വാളംപുളിയാണ് ഉപയോഗിക്കുക. അപ്പം ഇത് നന്നായി തിളച്ച ശേഷം ഞാനതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തേ. ഇനി വേണമെങ്കിൽ കളറ് കുറച്ച് കുറവാണെങ്കിൽ കുറച്ച് മുളക് പൊടി കൂടി ചേർക്കണം കേട്ടോ. അപ്പം നോക്കട്ടെ വിചാരിച്ചിട്ട് കുറച്ചേ ഇട്ടിട്ടുള്ളൂ. പിന്നെ എരിവ് വല്ലാതെ കുട്ടികൾക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് തന്നെ ഇടുള്ളൂ കേട്ടോ. പിന്നെ ദോശമാവുണ്ട് ഫ്രിഡ്ജിൽ, അപ്പോൾ അതാണ് കുട്ടികൾക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കും. പൂള കുട്ടികളൊന്നും കഴിക്കില്ല കേട്ടോ. അതൊക്കെ കുഴഞ്ഞിരിക്കുന്ന രൂപത്തിലുള്ളതൊന്നും കണ്ടാൽ രണ്ടാളും കഴിക്കില്ല. ഏട്ടനാണെങ്കിലും അങ്ങനത്തെയൊക്കെ നിർബന്ധമാണേനു കേട്ടോ. അപ്പോൾ മീൻകറി ചെറിയ തീയിൽ അടുപ്പത്തേക്ക് വെച്ചു. വേഗം വിച്ചുവിന് ദോശ ചുട്ട് കൊടുത്തുട്ടോ. അപ്പോൾ നിച്ചും പഠനമൊക്കെ കഴിഞ്ഞ് പിന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവനും കൂടി ദോശ വേഗം കൊടുക്കട്ടെ എന്ന് കരുതി. അത് കഴിഞ്ഞിട്ട് വേണം കപ്പ അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഏട്ടനത് കൂടി കൊടുക്കണം. അപ്പോൾ അതാ കപ്പയൊക്കെ വേഗം അടുപ്പത്ത് വെച്ചൊക്കെ അത് റെഡി ആയിട്ടോ. അപ്പോൾ ഏട്ടനും കൊടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിച്ചു. അപ്പോൾ ടാറ്റാ.